മാന്യ പ്രേക്ഷകരെ, നീതി തേടി എന്ന ഈ നടരാജ് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളൊരു പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നീതി എന്ന് പറയുന്നത് 2-3 തരത്തിലായിട്ടാണ് നിയമം കൈകാര്യം ചെയ്യുന്ന ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ്. പണവും സ്വാധീനങ്ങളും ബന്ധങ്ങളും ഉള്ളവർക്ക് ഒരു നീതി, ലക്ഷങ്ങളും കോടികളും മുടക്കി സുപ്രീം കോടതിയിൽ പോകുന്നവർക്ക് വേറൊരു നീതി, അതുപോലെ തന്നെ പണവും സ്വാധീനവും മുടക്കി നമ്മൾ ഹൈക്കോടതിയിൽ കേസ് നടത്തുമ്പോൾ അവിടെ വേറൊരു നീതി, മജിസ്ട്രേറ്റ് കോടതിയിൽ വേറൊരു നീതി. ഇങ്ങനെ പലർക്കും പല രീതിയിലാണ് നീതി നടപ്പിലാക്കുന്നത്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവർക്ക് ഒരു നീതിയുമില്ല. അവരെ ഈ പണ്ട് കാലങ്ങളിൽ ഈ തെരുവ് നായ്ക്കൾ ചത്തുകഴിഞ്ഞാൽ അതിനെ ഒരു കുഴി കുത്തി വലിച്ചങ്ങോട്ടിട്ട് മൂടിക്കളയും. അതുപോലെയാണ് ഈ പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും അവസ്ഥ. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ നമ്മളിങ്ങനെ നീതിക്ക് വേണ്ടി ഓരോ സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങി നടന്ന് മനുഷ്യരുടെ രക്തവും ആ വിയർപ്പും ഇതെല്ലാം നഷ്ടപ്പെടുത്തി ഒരു അവിഞ്ഞ മോഡലിലാക്കി ഒന്നിനും കൊള്ളാത്ത വിധം ഒരു ചണ്ടിയാക്കി തീർക്കുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് ഈ സാധാരണക്കാരനും ഈ പാവപ്പെട്ടവനും ഈ നീതിക്ക് വേണ്ടി ഓടുന്നത്. അവസാനം നശിച്ചു. ആ നീതിക്ക് വേണ്ടി നടക്കുന്ന ആളും നശിച്ചു, അയാളുടെ കുടുംബവും നശിക്കും. അതാണ് ഇന്നത്തെ ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ജുഡീഷ്യറിയിലെ ചില കള്ളനാണയങ്ങൾ ചെയ്യുന്ന കൊടും ക്രൂരതയെ സംബന്ധിച്ചാണ്. ഞാൻ നീതിക്ക് വേണ്ടി ഇത്തരം വരെ ഫൈറ്റ് ചെയ്തതിന് ശേഷം ആദ്യം ഈ CC 431 കേസിലും CC 117/2021 കേസിലും പ്രതികൾക്ക് ജാമ്യം കൊടുത്തത് ഒരു മജിസ്ട്രേറ്റാണ്. ഇവർ പോയതിന് ശേഷം വന്നിട്ടുള്ള 2 മജിസ്ട്രേറ്റുമാരാണ് ഈ കേസിൽ ഗുരുതരമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വക്കീലെന്ന് പറയുന്ന പ്രതിഭാഗം 2 വക്കീലന്മാരുണ്ട്. അവരുടെ കക്ഷികളെ, കുറ്റം ചെയ്തിട്ടുള്ള പ്രതികൾ തന്നെയാണ് അവരുടെ ആ കക്ഷികളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഈ 2 വക്കീലന്മാരും പലതരത്തിലുള്ള തന്ത്രങ്ങളും അവർ ചെയ്യും. എന്നാൽ ഈ മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അദ്ദേഹം ഈ സ്വാധീനങ്ങൾക്ക് വഴങ്ങാൻ പാടില്ല. സ്വാധീനങ്ങൾക്ക് വിധേയപ്പെട്ട് കഴിഞ്ഞാൽ ഇരകൾക്ക് നീതി കിട്ടില്ല. ചിലപ്പോൾ വക്കീലന്മാരുമായിട്ട് ചില ബന്ധങ്ങളുണ്ടാകാം, സ്നേഹബന്ധങ്ങളുണ്ടാകാം, ഒരുമിച്ച് പഠിച്ച ബന്ധങ്ങളുണ്ടാകാം, സാമുദായിക ബന്ധങ്ങളുണ്ടാകാം, അങ്ങനെ പലതരത്തിലുള്ള ബന്ധങ്ങളും കാണും. അപ്പോൾ കുറ്റം ചെയ്ത പ്രതികൾക്ക് വേണ്ടി കേസ് വാദിക്കുന്ന വക്കീലന്മാർ തന്നെ ജയിക്കണം, ഇരകൾക്ക് നീതി കിട്ടാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല എന്ന് കരുതിക്കൊണ്ട് പ്രവർത്തിച്ചാൽ പിന്നെ ഇരകൾ കോടതിയിൽ പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പം അതിന് വ്യക്തമായ തെളിവുകൾ സഹിതമാണ് ഞാൻ ഇനി പറയുന്നത്. ഈ CC 431 കേസിലും CC 117 കേസിലും ഈ മജിസ്ട്രേറ്റും 2 വക്കീലന്മാരും കൂടി ഒത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ആ നിയമലംഘനങ്ങളെ സംബന്ധിച്ച് തെളിവുകൾ സഹിതം ഞാൻ ഹൈക്കോടതിയിലെ രജിസ്ട്രാർ ജനറലിന് ഒരു പരാതി കൊടുത്തു. ആ പരാതി 22/9/2023 തെളിവുകൾ സഹിതം ഞാൻ കൊടുത്ത പരാതിയാണ്. രജിസ്ട്രാർ ജനറൽ മുമ്പാകെ തെളിവുകൾ സഹിതം 2 മജിസ്ട്രേറ്റുമാരും പ്രതിഭാഗം 2 വക്കീലന്മാരും നടത്തിയിട്ടുള്ള നിയമലംഘനങ്ങളെ സംബന്ധിച്ച് തെളിവുകൾ സഹിതം കൊടുത്ത
പരാതിയുടെ കോപ്പിയാണത്. ഈ പരാതിയിന്മേൽ രജിസ്ട്രാർ ജനറൽ മജിസ്ട്രേറ്റിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. മജിസ്ട്രേറ്റ് രജിസ്ട്രാർ ജനറലിന് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ കൊടുത്ത റിപ്പോർട്ടിൻ്റെ കോപ്പി പരാതിക്കാരന് ലഭിക്കുവാൻ അവകാശമുണ്ട്. റിപ്പോർട്ടിൻ്റെ കോപ്പി നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കി വേണം നമുക്കൊരു റിട്ട് ഹർജി മേൽക്കോടതിയിൽ കൊടുക്കണമെങ്കിൽ അത് നമുക്ക് വളരെ ഗുണം ചെയ്യും. അപ്പോൾ ആ മജിസ്ട്രേറ്റ് രജിസ്ട്രാർ ജനറലിന് കൊടുത്ത പരാതിയുടെ കോപ്പി രജിസ്ട്രാർ ജനറൽ പരാതിക്കാരനായ എനിക്ക് തന്നില്ല. തരാതെ വന്നപ്പോൾ ഞാൻ വിവരാവകാശ നിയമം പ്രകാരം ഞാൻ ഹൈക്കോടതിയിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മുമ്പാകെ ഒരു അപേക്ഷ കൊടുത്തു. ഈ അപേക്ഷയിന്മേൽ റിപ്പോർട്ടിൻ്റെ കോപ്പി തരാൻ നിയമമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എനിക്ക് മറുപടി തന്നു. ഇതിനെ തുടർന്ന് ഞാൻ രജിസ്ട്രാർ ജനറലിന് മുമ്പാകെ ഒരു അപ്പീൽ കൊടുത്തു. അദ്ദേഹവും നിയമപ്രകാരം റിപ്പോർട്ടിൻ്റെ കോപ്പി തരാൻ റൈറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു മറുപടി കത്ത് വന്നു. നിയമം അനുസരിച്ച് ഇതിനെതിരെ ഞാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ മുമ്പാകെ ഒരു അപ്പീൽ കൊടുത്തു. കമ്മീഷൻ രജിസ്ട്രാർ ജനറലിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. രജിസ്ട്രാർ ജനറൽ അതിന് കമ്മീഷൻ മുമ്പാകെ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ മുമ്പാകെ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: ഈ മജിസ്ട്രേറ്റ് കോടതി കോട്ടയം ജില്ലയുടെ പരിധിയിലാണെന്ന കാരണത്താൽ, ആ കാരണം പറഞ്ഞുകൊണ്ട് കേസിൻ്റെ ഫയൽ കോട്ടയം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൈമാറിയതായിട്ടുള്ള ഒരു അറിയിപ്പാണ് എനിക്ക് കിട്ടിയത്. ഇതിൻ പ്രകാരം എനിക്ക് കോട്ടയം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ഒരു മറുപടി തരുന്നതിനും ചില താമസങ്ങൾ, നിയമപ്രകാരം താമസങ്ങൾ വരുത്തി. അവർക്ക് ഞാൻ അതിന്മേലൊരു അപ്പീൽ കൊടുത്തു. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പരാതി ഇവിടെ കിട്ടിയിട്ടില്ല, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ കണ്ടില്ല. താങ്കൾ മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ, താങ്കളുടെ കേസ് നടക്കുന്ന മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ, ആ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് അതിൻ്റെ റിപ്പോർട്ടിൻ്റെ കോപ്പി കിട്ടുന്നതാണെന്നും പറഞ്ഞ് എനിക്കൊരു കത്ത് തന്നു. അപ്പോൾ ഇതിനും ഞാനൊരു അപ്പീൽ കൊടുത്തു. അങ്ങനെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ മുമ്പാകെയും കോട്ടയം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മുമ്പാകെയും ഇങ്ങോട്ടും അങ്ങോട്ടും കത്തുകളും അപ്പീലും കൈമാറി. ഈ രജിസ്ട്രാർ ജനറലും ഈ കോട്ടയത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും ഒക്കെ കൂടി ചേർന്ന് ഒരു ഗൂഢമായ പദ്ധതി തയ്യാറാക്കി. ഞാൻ രജിസ്ട്രാർ ജനറലിന് കൊടുത്തിരിക്കുന്ന എൻ്റെ അപേക്ഷയും അപ്പീലും എന്തുവാ, എൻ്റെ പരാതിയിന്മേൽ മജിസ്ട്രേറ്റ് രജിസ്ട്രാർ ജനറലിന് കൊടുത്ത റിപ്പോർട്ടിൻ്റെ കോപ്പി എനിക്ക് വേണം. ഇതാണ് എൻ്റെ ഒരു ആവശ്യം. ആ കോപ്പിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ആ കോപ്പി എനിക്ക് തന്നു കഴിഞ്ഞാൽ അത് ജുഡീഷ്യറിയെ, ആ മജിസ്ട്രേറ്റിനെയും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടവരെയും ശരിക്കും ബാധിക്കുമത്. അതുകൊണ്ടാണ് അവർ ആ കോപ്പി എനിക്ക് തരാത്തത്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രജിസ്ട്രാർ ജനറലിനും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും കൂടി ചെയ്ത പരിപാടി, ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ കൊടുത്ത ഒരു അപേക്ഷ അല്ലെങ്കിൽ ഒരു അപ്പീൽ, അത് 3 കേസാക്കി മാറ്റി.
സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ മുമ്പാകെ 3 കേസാക്കി മാറ്റി. ഇതിൽ ഒരു കേസ് വിവരാവകാശ കമ്മീഷൻ ജഡ്ജി മുമ്പാകെ കോട്ടയം കളക്ട്രേറ്റിലെ കോൺഫറൻസ് ഹാളിൽ വെച്ച 3 കേസാക്കി ഇവർ മാറ്റിയതിൽ ഒരു കേസിൻ്റെ ഹിയറിംഗ് വെച്ചു. എനിക്ക് കത്ത് അയച്ചു തന്നു, ഹിയറിങ്ങിൽ ഹാജരാകണമെന്ന് പറഞ്ഞു. ഞാൻ ഹാജരായി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കമ്മീഷൻ എന്നോട് പറഞ്ഞത്, താങ്കളുടെ കേസിന്മേൽ ഹിയറിംഗ് ഒന്നും നടക്കില്ല. അപ്പോൾ എന്താണ് മാറ്റിവെച്ച കാരണമെന്നോ അതൊന്നും എന്നോട് പറയുന്നില്ല, ഞാൻ ചോദിച്ചിട്ട് പറയുന്നില്ല, വീണ്ടും അറിയിക്കാം എന്ന് പറഞ്ഞു. ഞാൻ നിരാശയോടുകൂടി തിരിച്ചു പോന്നു. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഹിയറിങ്ങിൽ പങ്കെടുക്കണമെന്നും പറഞ്ഞ് എനിക്കൊരു കത്ത് വന്നു. വീണ്ടും ഞാൻ ഈ കമ്മീഷൻ ജഡ്ജി മുമ്പാകെ ഹിയറിങ്ങിന് ഹാജരായി. അന്നും എന്നോട് പറഞ്ഞു, താങ്കളുടെ കേസിൻ്റെ ഹിയറിങ് ഇന്ന് നടക്കില്ല, മാറ്റിവെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അന്നും കാരണമൊന്നും പറഞ്ഞില്ല. ഞാൻ നിരാശയോടുകൂടി തിരിച്ചു പോന്നു. ഇതിനുശേഷം ഞാൻ ഒരാവശ്യം കാണിച്ചുകൊണ്ട് ഞാൻ കൊടുത്തിരിക്കുന്ന എൻ്റെ ഒരു കേസിന്മേൽ അത് 3 കേസാക്കി മാറ്റിയതു, ആ 3 കേസും ഒരാവശ്യമായതുകൊണ്ട് ഒരു ബെഞ്ച് തന്നെ കേൾക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ മുമ്പാകെ ഞാനൊരു നിവേദനം കൊടുത്തു. ഈ നിവേദനത്തിന് എനിക്ക് മറുപടി കമ്മീഷൻ തന്നില്ല. ഞാൻ വീണ്ടും ഒരു റിമൈൻഡർ കൂടി അയച്ചു. ഇതിനെ തുടർന്ന് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് എൻ്റെ കേസിന്മേൽ ഹിയറിംഗ് നടക്കുന്നതായി ഹാജരാകണമെന്ന് പറഞ്ഞ് എനിക്ക് മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിന്നും എനിക്കൊരു കത്ത് കിട്ടി. ഞാൻ ഗസ്റ്റ് ഹൗസിൽ ഹാജരായി. അന്ന് ആ ഹിയറിങ്ങിൽ രജിസ്ട്രാർ ജനറലും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും കോട്ടയത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അവർ 2 പേര്, എല്ലാവരും എതിർകക്ഷികൾ ഹാജരായി. ആ ഹിയറിങ്ങിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ അക്കമിട്ട് വിവരാവകാശ നിയമം പല ഘട്ടങ്ങളിലായി പല തവണകളിലായി ലംഘിച്ചിട്ടുണ്ട് എന്ന് എതിർകക്ഷികളോടും അക്കമിട്ട് മുഖ്യ വിവരാവകാശ കമ്മീഷണർ പറയുകയുണ്ടായി. എല്ലാം കഴിഞ്ഞ് എന്നോട് കമ്മീഷണർ ചോദിച്ചു, ഇനി നടരാജൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേസ് വിളിച്ചപ്പോൾ തന്നെ ഞാൻ എഴുതി അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുകൾ സഹിതം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ആ റിപ്പോർട്ടിൻ്റെ കോപ്പി എനിക്ക് വേണം. നിയമലംഘനങ്ങൾ നടത്തിയിട്ടുള്ള, മനഃപൂർവ്വം നിയമലംഘനങ്ങൾ നടത്തിയിട്ടുള്ളവരുടെ പേരിൽ നടപടിയെടുക്കണം. എന്നാൽ ശരി, ഞാൻ നോക്കട്ടെ എന്ന് കമ്മീഷൻ പറഞ്ഞു. ഹിയറിംഗ് കഴിഞ്ഞു, അവിടെ നിന്ന് പോന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കമ്മീഷൻ്റെ ഒരു വിധി ഓർഡർ, ഉത്തരവ്, എൻ്റെ കോപ്പി എനിക്ക് അയച്ചു തന്നു. ഇത് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ മുമ്പാകെ നടത്തിയ എൻ്റെ കേസിൻ്റെ ഹിയറിങ്ങിൻ്റെ ഉത്തരവാണ്. ഈ ഉത്തരവിൽ എതിർ കക്ഷികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അതിന് വിവരാവകാശ കമ്മീഷണർ, മുഖ്യ വിവരാവകാശ കമ്മീഷണറിൽ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? രജിസ്ട്രാർ ജനറലിനെ ശിക്ഷിക്കാൻ പറ്റുമോ? വലിയ ആളല്ലേ. അവരുടെ കീഴിലുള്ള പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ ശിക്ഷിക്കാൻ പറ്റുമോ? വലിയ ആളുകളല്ലേ. അന്ന് എന്ത് ചെയ്യുമെന്നറിയാമോ? അദ്ദേഹം ഈ ഉലക്ക കൊണ്ട് അടിച്ചിട്ട് മുറം കൊണ്ട് വീശുക എന്ന് ഈ കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉലക്ക കൊണ്ട് അടിക്കും, എന്നിട്ട് സാരയില്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ മുറം കൊണ്ട് വീശും. അങ്ങനത്തെ ഒരു ഉത്തരവായിരുന്നു. കർശനമായി താക്കീത് ചെയ്തിരിക്കുക. താക്കീത്
ശക്തമായ താക്കീതും പിന്നെ അതിൻ്റെ കൂടുതൽ ഒരു നോർമൽ താക്കീതും, അങ്ങനെ 2 താക്കീത്. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. കുറ്റമൊക്കെ അവർ സമ്മതിച്ചതായിട്ട് ഇതിലുണ്ട്, ഈ വിധിയിൽ ഓർഡറിൽ അവർ സമ്മതിച്ചതായിട്ടുണ്ട്. അതിന് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ചെയ്തിരിക്കുന്നത് ശക്തമായ താക്കീതും ഒരു താക്കീതും അത് ചെയ്തുകൊണ്ട് ബൈബിളിലെ ഈ പീലാത്തോസിൻ്റെ മുമ്പിൽ യേശുക്രിസ്തുവിനെ ഹാജരാക്കും. പടയാളികളെല്ലാവരും കൂടി പിടിച്ചുകൊണ്ട് ഹാജരാക്കും. ഇപ്പം ഈ ഉത്തരവിൻ്റെ ആ കാര്യം വായിച്ചു കഴിഞ്ഞപ്പോൾ ബൈബിളിലെ ചില കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നു. അങ്ങനെ പീലാത്തോസിൻ്റെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ പീലാത്തോസിനറിയാം യേശുക്രിസ്തു നീതിമാനാണ്, കുറ്റക്കാരനല്ല, നല്ലവനാണ് എന്നൊക്കെ പീലാത്തോസിനും അറിയാം. പിന്നെ പോരെങ്കിൽ പീലാത്തോസിൻ്റെ ഭാര്യ തലേദിവസം രാത്രിയെ ഈ പീലാത്തോസിനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ നീതിമാനാണ്, അവൻ്റെ ഒരു കുറ്റവും, അവനെ ഉപദ്രവിക്കരുതെന്ന് ഭാര്യ തലേദിവസം രാത്രി പീലാത്തോസിനോട് പറഞ്ഞിട്ടുണ്ട്. അത് പീലാത്തോസിന് നന്നായിട്ട് അറിയാം. പീലാത്തോസിനും അറിയാം യേശുക്രിസ്തു നീതിമാനാണെന്ന്. അപ്പോൾ ഈ അധികാരമോഹികളും ഈ ചാരി നിന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഈ പറ്റിച്ച് നുണയും പരദൂഷണവും കുശുമ്പും കുന്നായ്മയൊക്കെ പറഞ്ഞ് ഈ പാരയും പിക്കാസൊക്കെ വെച്ച് ചാരി നിന്ന് ജീവിക്കുന്ന കുറേ പടയാളികളുണ്ട്. അത് ഏത് ഭരണാധികാരിയോടും ചേർന്ന് നിൽക്കുന്ന കുറേ അലവലാദികളുണ്ട്. അവരാണ് ഈ കുഴപ്പങ്ങൾ മുഴുവനും ഉണ്ടാക്കുന്നത്. അപ്പം അവർ പീലാത്തോസിനോട് പറഞ്ഞ് ഇവൻ കുറ്റക്കാരനാണ്, ഇവൻ ചതിയനാണ്, നുണയനാണ്, അക്രമിയാണ്, കൊള്ളരുതാത്തവനാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പീലാത്തോസിനറിയാം യേശുക്രിസ്തു നീതിമാനാണെന്ന്. അപ്പം യേശുക്രിസ്തുവിനെ കല്ലെറിയണം, കൊല്ലണം, ക്രൂശിക്കണം, ഇതാണ് അവരുടെ ആവശ്യം. പീലാത്തോസിൻ്റെ ശിരസിൽ ഭാര്യ തലേദിവസം പറഞ്ഞതും പിന്നെ ഇത്രയും നല്ലൊരു മനുഷ്യനായ യേശുക്രിസ്തുവിനെ ഇവർ പറയണ കേട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ശാപവും പാപവും ഒക്കെ വന്നു കഴിഞ്ഞാൽ പീലാത്തോസിൻ്റെ മക്കൾക്കും പിന്നെ മരുമക്കൾക്കും പിന്നെ അതിനുണ്ടാകുന്ന സന്താനങ്ങൾക്കും ഒക്കെ ദോഷം ഉണ്ടാവില്ലേ? അപ്പം ഇതെല്ലാം കൂടി ഓർത്ത് കഴിഞ്ഞപ്പോൾ പീലാത്തോസ് ഈ നീതിമാൻ്റെ ഭാഗത്ത് ഞാനൊരു കുറ്റവും കാണുന്നില്ല, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരമോഹിയായ പീലാത്തോസ് അടുത്ത് പാത്രത്തിലിരുന്ന വെള്ളത്തിൽ കൈയും കഴുകി വെച്ചു പുള്ളി അകത്തേക്ക് കയറിപ്പോയി. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം, എനിക്കിതിലൊന്നും പങ്കില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. അങ്ങനെ ചാരി നിന്ന് തോന്നിവാസങ്ങൾ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അപ്പം അങ്ങനെ ഒരു ഉത്തരവാണ് താക്കീതും ശക്തമായ താക്കീത്. അതിലൊതുക്കി കൈ കഴുകി. അപ്പം അദ്ദേഹം വിചാരിച്ചെന്താണെന്നറിയോ, അപ്പോൾ ഇവർ ഈ ഇങ്ങനെയൊക്കെ കേസ് കൊടുക്കുന്നവരുടെ സാമ്പത്തിക സ്ഥിതിയും, മക്കളുണ്ടോ, പേരക്കുട്ടികളുണ്ടോ, സർക്കാർ ജീവനക്കാർ വീട്ടിലുണ്ടോ, പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടോ, ഇവൻ്റെ രീതി എന്താണ്, ഇവൻ എങ്ങനെയുള്ള ആളാണ്, കള്ളനാണോ, പറ്റിക്കലുകാരനാണോ, അങ്ങനെയൊക്കെ ഇവർ ചിന്തിച്ച് അന്വേഷിക്കും രഹസ്യമായിട്ട്. ഞാൻ പെയ്യൽ നടരാജൻ അഥവാ ഉദയംപേരൂർ നടരാജൻ, ഒരു സോഷ്യൽ വർക്കർ, ഈ തട്ടിപ്പും വെട്ടിപ്പും പറ്റിക്കലും കൊള്ളയും കൊലപാതകവും പിടിച്ചുപറിയും മദ്യവും മയക്കുമരുന്നും ഇങ്ങനെയുള്ള ഒരു ഇടപാടുമില്ലാത്ത ഒരു സാധാരണ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അപ്പം അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ 7 അയലക്കത്ത് എൻ്റെ അരികിലിരിക്കാൻ യോഗ്യരല്ല. അതിൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾ സത്യസന്ധമായ ജീവിതത്തിൽ സത്യസന്ധമായി ജീവിക്കുന്ന എൻ്റെ അരികിൽ ഇരിക്കാൻ ഈ പറഞ്ഞ ആളുകൾ ആരും യോഗ്യരല്ല. അത്രയ്ക്ക് കറപ്ഷനില്ലാത്ത ഒരാളാണ് ഞാൻ. വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ചോ. ഇവിടെ ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ. അന്വേഷിക്കുമ്പോൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം, ഒരു കറപ്ഷനും ഇല്ലാത്ത നല്ല ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കണം. ഇന്ന് നമ്മൾ നല്ല ഉദ്യോഗസ്ഥന്മാർ എത്ര പേരുണ്ടെന്ന് നമ്മൾ തപ്പി നോക്കിയാൽ കാണുമില്ല. ഈ അനിസ്പ്രയുടെ ഒരു പരസ്യമുണ്ട്, കണ്ടുപിടിക്കാനുള്ള ഒരു തരി പോലും. അപ്പോൾ അതുപോലെ ഉള്ള ഉദ്യോഗസ്ഥന്മാർ ഈ ക്രിമിനലുകളെ ഒന്നും കൊണ്ട് അന്വേഷിപ്പിക്കരുത്, നല്ല ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിക്കും. അപ്പോൾ ഇതൊന്നും കൊണ്ടൊന്നും എന്നെ തളക്കാൻ സാധിക്കില്ല. അപ്പം അദ്ദേഹം എന്ത് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
പി നടരാജനല്ലേ, അയാൾ ഹൈക്കോടതിയിൽ റിട്ട് ഹർജിയൊന്നും കൊടുക്കൂല, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ മുമ്പാകെ ഒന്നും പോകൂല എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവ് കൈ കഴുകി അയച്ചേക്കണത്. ഈ വിവരാവകാശ നിയമം എന്ന് പറയുന്ന ഒരു നിയമമാണ്. ആ നിയമം ലംഘിക്കുന്നവരെ കുറ്റം ചെയ്താൽ ശിക്ഷിക്കണം, അവരുടെ മേൽ നടപടിയെടുക്കണം. അവിടെ സാധാരണക്കാരനും പാവപ്പെട്ടവനും ഒരു നിയമം, ലക്ഷങ്ങളും കോടികളും കൊടുത്ത് വക്കീലിനെ വെച്ച് കേസ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലൊക്കെ വാദിക്കുന്നവർക്ക് വേറൊരു നിയമം. ആ നിയമം, ഈ 2-3 തരത്തിലുള്ള നിയമങ്ങളൊക്കെ, ഈ സംവിധാനമൊക്കെ മാറണം. ബഹുമാനപ്പെട്ടതെന്ന് പറയാൻ തന്നെ എനിക്ക് അറപ്പാണ്, സാറെന്ന് വിളിക്കാൻ പോലും എനിക്ക് അറപ്പാണ്. കാരണം എന്താണെന്നറിയാവോ? സത്യസന്ധതയില്ല നിങ്ങളിൽ. ജാതി നോക്കും, മതം നോക്കും, രാഷ്ട്രീയം നോക്കും, ബന്ധങ്ങൾ നോക്കും, ഇങ്ങനെയൊക്കെ നോക്കി ഈ കാര്യങ്ങൾ നടത്തുന്നത് ഒരു നീതിമാനായ ന്യായാധിപനല്ല. ന്യായാധിപന്മാർ നമുക്ക് ഒരുപാടുണ്ട്, പക്ഷെ നീതിമാനായ ഒരു ന്യായാധിപനെ അന്വേഷിച്ച് ഞാൻ നടക്കുക, എവിടെയെങ്കിലും കിട്ടും. അപ്പം അതുകൊണ്ട് ഞാൻ ഹൈക്കോടതിയിൽ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് ഹർജി കൊടുക്കും. അവിടെ നിന്ന് നീതി കിട്ടിയില്ലെങ്കിലും ഞാൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ ഞാൻ സമീപിക്കും.